ഇവിടെ നല്ല മഞ്ഞാണ്. മഞ്ഞ് കൊണ്ട് തൊണ്ടയ്ക്കുമൊക്കെ തൊണ്ടയടപ്പും ചുമയുമൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ശകലം കരിപ്പട്ടിക്കാപ്പി കുടിച്ചാലോ? കടല ഇങ്ങനെ അടുപ്പത്തിരുന്ന് വേകുന്നുണ്ട്. നമുക്ക് കാപ്പി ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒരു കപ്പടുപ്പത്ത് വെക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കരിപ്പട്ടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. കരിപ്പട്ടി ഇട്ട് ഇനിയും ഇതാണ് കരിപ്പട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ശകലം കുരുമുളകും ചുക്കും പൊടിച്ചതാണിത്. കുരുമുളകും ചുക്കും പൊടിച്ചത് അതും ഇട്ട്, കുരുമുളകും ചുക്കും അതും ഇട്ട്, ഇനി 2 തുളസിയില ഇട്ടിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കാപ്പിപ്പൊടി കൂടി ഇടണം. കാപ്പിപ്പൊടി ഇട്ടു. കാപ്പിപ്പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് പറ്റുമ്പോൾ, ഒത്തിരി പറ്റരുത്, നല്ലതായിട്ടൊന്ന് തിളച്ച് ആ ശർക്കരയും കരിപ്പട്ടിയും എല്ലാം ഒന്ന് ഉരുകി കഴിയുമ്പോൾ, വേണ്ടേ ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് വഴിയിലൊക്കെ കരിപ്പട്ടി കാണത്തില്ലേ മേടിക്കാൻ, അതിങ്ങനെ മേടിച്ച് വെച്ചിട്ട് അത് പൊടിച്ച് വെച്ചിട്ട് കുരുമുളകും ചുക്കും ഒക്കെ പൊടിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ മുറ്റത്ത് കാണുമല്ലോ തുളസിയില, ആ തുളസിയിലയും പറിച്ചു കൊണ്ടുവന്ന് കുറച്ച് ശകലം ഒരാൾക്ക് വേണമെന്ന് കാപ്പിക്ക് വേണമെന്ന് കാപ്പിപ്പൊടിയും ഇടുക. ഇത് തിളച്ച് കഴിയുമ്പം അത് നമ്മൾ അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കുക. അരിച്ചെടുത്തു. കണ്ടോ, കരിപ്പട്ടി കാപ്പി. ഈ കാപ്പി കുടിച്ചാൽ നമ്മുടെ തൊണ്ടയ്ക്ക് വേദനയും ജലദോഷവും രാവിലെ ഉണ്ടാകുന്ന ചെറിയ പനികളും എല്ലാം മാറിക്കിട്ടും. ഇതെല്ലാവരും ചെയ്യണേ. തൊണ്ടയടപ്പും രാവിലെ ഉണ്ടാകുന്ന തുമ്മലും ഒക്കെ മാറിക്കിട്ടും. ഓക്കെ.